ഗണപതി ഭഗവാന്റെ വഴിപാടുകളിലെ വൈശിഷ്ട്യതകളും പ്രാധാന്യവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ദേവന്മാരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച അനലാസുരൻ എന്ന അസുരനുമായി ഗണപതി ഭഗവാൻ യുദ്ധം ചെയ്യുകയുണ്ടായി. അനലൻ എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. അസുരനെ തന്റെ വായിലിട്ട് വിഴുങ്ങി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഉള്ളിൽ ചെന്നയുടൻ തന്നെ ഗണപതിക്ക് ചൂട് അസഹ്യമായി തുടങ്ങി. ആ ചൂട് ശമിപ്പിക്കുന്നതിനായി കശ്യപ മഹർഷി അതീവ ഔഷധ ഗുണമുള്ള കറുകനീര് നൽകി എന്നാണ്. അത് സേവിച്ച ഉടൻ തന്നെ അനലാസുരന്റെ ചൂട് നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ഗണപതിയുടെ ഉഷ്ണവും ശമിക്കുകയുണ്ടായി. അന്നു മുതലാണ് ഗണപതി ഭഗവാന് കറുകമാല അണിയിപ്പിക്കുന്ന വിശേഷ വഴിപാടിന്റെ ആവിർഭാവം. ഇനി നമുക്ക് ഗണപതി ഭഗവാന് പ്രിയമായിട്ടുള്ള ഏത്തമിടലിന്റെ ഐതിഹ്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ ഗണപതി ഭഗവാൻ ഒരു കുസൃതി കാണിക്കുകയുണ്ടായി. സുദർശന ചക്രം അപഹരിച്ച് അത് കുസൃതി നിറഞ്ഞ ചിന്തയോടുകൂടി വായിലിട്ടു എന്നാണ്. സുദർശന ചക്രം വീണ്ടെടുക്കാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിഷ്ണു ഭഗവാൻ. എങ്ങനെയെങ്കിലും ഗണപതി ഭഗവാനെ പ്രീണിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം നിരവധിയായിട്ടുള്ള ഗോഷ്ഠികൾ കാണിച്ചു എന്നുള്ളതാണ്. ഗണപതി ഭഗവാനെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു വിഷ്ണു ഭഗവാന്റെ ഉദ്ദേശം. അതിനായിട്ട് യോഗശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏത്തമിടിൽ അദ്ദേഹം അനുഷ്ഠിക്കുകയുണ്ടായി. വിഷ്ണു ഭഗവാന്റെ ഇത്തരം ലീലാവിലാസങ്ങൾ കണ്ട് ഗണപതി ഭഗവാൻ പൊട്ടിച്ചിരിക്കുകയുണ്ടായി. അങ്ങനെ ആ പൊട്ടിച്ചിരിയിൽ ഗണപതി ഭഗവാന്റെ വായിൽ നിന്ന് ശ്രീചക്രം തെറിച്ചു പോവുകയുണ്ടായി. അപ്രകാരം ഭഗവാൻ പ്രതീക്ഷിച്ചതുപോലെ ശ്രീചക്രം ഭഗവാന് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഏത്തമിടുന്നത് ഗണപതിക്ക് പ്രിയമായി വന്നു. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും വിശേഷമായിട്ടുള്ള മാർഗമാണ് ഏത്തമിടുക എന്നുള്ളത്. ഇനി ഗണപതി ഭഗവാന് വിശേഷമായിട്ടുള്ള എരിക്കിൻ പൂവിന്റെ മഹാത്മ്യത്തെ കൂടി നമുക്കൊന്ന് പറയാം. അർക്കപുഷ്പം എന്നാണ് എരിക്കിൻ പൂവിന്റെ സംസ്കൃതത്തിലുള്ള നാമം. ഗണപതി പുഷ്പാഞ്ജലിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പുഷ്പമാണ് അർക്കപുഷ്പം അഥവാ എരിക്കിൻ പൂവ്. സൂര്യന്റെ പേര് തന്നെയാണ് അർക്കൻ എന്നുള്ളത്. സൂര്യന് പ്രിയങ്കരമായിട്ടുള്ള ഈ പുഷ്പത്തെ ഗണപതി ഭഗവാന് ചാർത്തുന്ന പക്ഷം വിഘ്നങ്ങൾ അകലുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാന്റെ പ്രീതിയും ലഭിക്കും. സൂര്യഭഗവാന്റെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹത്താൽ ആ വ്യക്തിക്ക് ആത്മബലവും ആരോഗ്യവും വർദ്ധിക്കും എന്നാണ്. ഇനി ഗണപതി ഭഗവാന് ഇഷ്ടനേദ്യമായിട്ടുള്ള കൊഴുക്കട്ട അഥവാ മോദകത്തിന്റെ വിശേഷങ്ങളൊന്ന് പറയാം. കൊഴുക്കട്ടയുടെ കൂർത്ത അഗ്രഭാഗം ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. കൊഴുക്കട്ടയുടെ വെള്ള നിറത്തിലുള്ള പുറം ഭാഗമാകട്ടെ എല്ലാവർക്കും നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയത്തെ പ്രദാനം ചെയ്യുന്നു. കൊഴുക്കട്ടയുടെ അകത്തുള്ള മധുരമാകട്ടെ ജീവിതത്തെ മധുരതരമാക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇപ്രകാരം കൊഴുക്കട്ട അഥവാ മോദകം ഭക്തൻ ഭഗവാന് ദാനം ചെയ്യുമ്പോൾ ആ ഭക്തന് ജ്ഞാനവും ഹൃദയ നൈർമല്യം ലഭിക്കുന്നതും ജീവിതം മധുരതരമാകുന്നതുമാണ്.